ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ഞാനും കുഞ്ഞും കൂടി വെറുതെ എന്നിങ്ങനെ കറങ്ങിറങ്ങിയതാണ്. ഉമ്മാനോട് ഞങ്ങൾ നെരുമടമൊക്കെ പോകാറിട്ട് വിളിച്ചതാണ്. അപ്പം പറഞ്ഞു ഇന്നൊഴിവില്ല, വേറൊരു ദിവസം പോവാന്ന്. അപ്പം ഞങ്ങൾ വെറുതെ ചോലപ്പാറമൊക്കെ കയറിറങ്ങി. ചോലയൊക്കെ വറ്റിക്കണു ശരിക്കും. മഴക്കാലം കഴിഞ്ഞിട്ടില്ല, പക്ഷെ വെയിൽ നല്ല തെറിച്ചുകൊണ്ട് ചോലയൊക്കെ വറ്റി. ഇനി ഞങ്ങൾ ചോലപ്പാറമൊക്കെയാണ് കയറിപ്പോകുന്നത്. നല്ല ടോപ്പ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് മഴക്കാലത്ത് മാത്രം വെള്ളം ഉണ്ടാവുന്ന ഒരു ചോലയാണ്. ഒരു 2-3 മാസം മാത്രം അധികം ഉണ്ടാവലുള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാവരും നീന്താനൊക്കെ പഠിച്ചത് ഈ ചോലയിലാണ്. ഇപ്പോഴും ഞങ്ങൾ വെള്ളം ഉണ്ടായിരുന്നപ്പോൾ നീന്തൊക്കെ ചെയ്തിരുന്നു. നിങ്ങളവിടെ ചോല ഉണ്ടോ, വെള്ളം പറ്റുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടോ. കയറി ഞങ്ങൾ മേലെത്തി. മേലെ നല്ല വിശാലമായ സ്ഥലമുണ്ട്. കുഞ്ഞിവിടെ പാർമ പേരൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ പേര് ഹാരിസ് എന്നാണ് കേട്ടോ. മുന്നേ ഇവിടെ അവൻ്റെ പേര് ഹാരിസ് ആണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ പേര് എഴുതി ഷഹന എന്നാണ് എഴുതാൻ വന്നത്. പിന്നെ ഞാൻ ഷാനിന്ന് എഴുതിയാൽ മതി പറഞ്ഞു. ഓക്കെ സെറ്റ്. ഞങ്ങളിങ്ങനെ ഫുള്ള് ചുറ്റി കറങ്ങി ഇങ്ങനെ കണ്ടു. ഞങ്ങൾ സാധാരണ ഇവിടെ വൈകുന്നേരം വന്നിരിക്കാറുണ്ട്. നല്ല ഇന്ന് കുറച്ച് വെയിലുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് കുറച്ച് വെയിലുണ്ട്. പിന്നെ തണലുള്ള ഭാഗത്ത് ഇരുന്നു ഞങ്ങൾ. ഇവിടെ നിന്ന് ഇത്രയും പൊന്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മേലത്തെ പാറമ കയറി. മലപ്പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. മേലത്തെ പാറമ കയറാനാണ് പോയത്. പക്ഷെ ഞങ്ങൾ സൈഡിൽ കൂടെ വേറെ പാറമ കയറി. അതാണ് ഏറ്റവും ഉയരം. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല ഏറ്റവും ഉയരം. ഉയരത്തിൽ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മേഘങ്ങളൊക്കെ നമ്മളെ കൈക്ക് ഇങ്ങനെ കിട്ടണം പോലെ അടുത്ത്. ഞാൻ അവിടുന്ന് ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാടാണ്. ഞാൻ ഒറ്റയ്ക്ക് വെറുതെ വരെ പോയി നോക്കി. പക്ഷെ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ തിരിച്ചു പോന്നു. സാധാരണ ഞങ്ങൾ മാത്രമേ വരലുള്ളൂ. നെരുമടമക്കാണെങ്കിൽ കുറേ ആൾക്കാർ വരും. നാളെ നെരുമടമ പോയാൽ ഭയങ്കര തിരക്കാക്കാരെ. ഞായറാഴ്ചയൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് വണ്ടികളൊക്കെ. പക്ഷെ ഇവിടേക്ക് അങ്ങനെ ആരും അധികം വരുന്നു. ഇവിടുന്നും കാണാൻ നല്ല അടിപൊളി തന്നെയാണ്. നെരുമട അത്ര വ്യൂ ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഏകദേശമൊക്കെ വ്യൂ ഇവിടുന്നും കിട്ടും. ഇവിടെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ നല്ല